പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് മാത്രം പ്രസാദകരമായിരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും തുണയ്ക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ ആരാധനയിലേക്ക് കടന്നു വരുവാനും നിങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവം ഒരുക്കിയ അനുഗ്രഹീതമായ സന്ദർഭത്തിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഒരു ചെറിയ കാലഘട്ടം ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അന്ന് കൂടുതലും ആരാധന സൂം ആരാധനയായിരുന്നുകൊണ്ട് അധികം ആളുകളുടെ മുഖം പരിചയപ്പെടുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അനുഗ്രഹീതമായൊരു സന്ദർഭമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട റൗണ്ട് CY തോമസ് അച്ഛനോടും അതുപോലെ തന്നെ ഇടവകയുടെ കമ്മിറ്റി അംഗങ്ങളോടും സഭാജനങ്ങളോടും വിശ്വാസ സമൂഹത്തോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒരു ഈസ്റ്റർ കാലഘട്ടത്തിൻ്റെ അവസാന നാളുകൾ, അതായത് കർത്താവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ളതായ ദിവസങ്ങൾ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷ്യം നാം ചിന്തിക്കുന്നതായ നാളുകളാണല്ലോ. ഈ ദിവസങ്ങളിൽ വീണ്ടും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദക്ഷിണേന്ത്യ സഭയുടെ പഞ്ചാംഗമനുസരിച്ച് 2 ചിന്താവിഷയങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നത്. അതായത്, ഒന്ന്, ആധികാരികമായ ആശയവിനിമയങ്ങളിലൂടെ ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കുക, റിഫ്ലക്റ്റിംഗ് ഡിവൈൻ ലവ് ത്രൂ ഒത്തൻറ്റിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അതായത് നമ്മുടെ ഈസ്റ്റർ ചിന്തയോടുള്ള ബന്ധത്തിൽ തുടർന്നുള്ളതായ ചിന്തയാണ് കമ്മീഷനിങ് ബൈ ദ റിസൺ ക്രൈസ്റ്റ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനാലുള്ള നിയോഗം. ഞാൻ ആധാരമാക്കിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചത്. അത് ഞാൻ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, എൻ്റെ മഹായിടവകയുടെ നിയോഗത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ ചിന്താവിഷയം ആപ്റ്റായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്. ഈ ചിന്തയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈസ്റ്ററിന് ശേഷമുള്ള കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ, ഈസ്റ്ററിന് ശേഷമുള്ള 1-ാം ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ കർത്താവ് മറിയയ്ക്ക് പ്രത്യക്ഷനാകുന്ന രംഗമാണ് നമുക്ക് ചിന്തയ്ക്കായിട്ട് നൽകിയത്. 2-ാം ഞായറാഴ്ച, ഈസ്റ്ററിന് ശേഷമുള്ള 2-ാം ഞായറാഴ്ചയിൽ എമ്മൗസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന യേശുവിനെയാണ് ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 3-ാം ഞായറാഴ്ചത്തേക്കുള്ള ചിന്ത നമുക്ക്, അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനുള്ള നിയോഗം എന്ന വിഷയം ആസ്പദമാക്കി യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നൽകിയിരിക്കുന്നു. അവിടെ നാം കാണുന്നത് പ്രധാനപ്പെട്ടതായ ചിന്തയെന്ന് പറയുന്നത് അതിൻ്റെ 21-ാം വാക്യമാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെയും അയക്കുന്നു എന്നുള്ളതാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെയും അയക്കുന്നു. ഒരു ഗ്രേറ്റ് കമ്മീഷൻ, അതായത് ഒരു മഹാനിയോഗം ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നതായ വേദഭാഗമാണ് നമ്മൾ കണ്ടത്. ഗ്രേറ്റ് കമ്മീഷൻ, അതായത് ഈ മഹാനിയോഗമെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി അല്ല ഒരിക്കലും. ഇറ്റ് വാസ് അഡ്രസ്ഡ് ടു ഓൾ ദ ബിലീവേഴ്സ് അറ്റ് ഓൾ ടൈംസ്, ഇൻ ഓൾ പ്ലേസസ്, ഇൻ ഓൾ ഏജസ്. ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് എല്ലാ വിശ്വാസികൾക്കുമുള്ളതാണ്, എല്ലാ കാലഘട്ടങ്ങളിലുമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, എല്ലാ സ്ഥലങ്ങളിലുമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, എല്ലാ യുഗങ്ങളിലും വസിക്കുന്നവർക്ക് വേണ്ടി, ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ മഹാനിയോഗം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പിതാവ് തന്നെ ഏൽപ്പിച്ചതായ ആ നിയോഗം താനത് പൂർത്തീകരിച്ചു കഴിഞ്ഞത്, നിവൃത്തിയായെന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചു കഴിഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്
തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ, എന്നെ നിയോഗിച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, നിങ്ങളെ നിയോഗിക്കുന്നു എന്നുള്ളത്. തുടർന്ന് നാം പഠിക്കുമ്പോൾ ഈ നിയോഗം യേശുക്രിസ്തുവിൽ നിന്ന് ഏറ്റെടുത്തതായ ശിഷ്യന്മാർ അവരുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അത് ഏറ്റെടുത്തതായ സഭയെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് നാം കാണുന്നത്. തെസ്സലോനിക്ക സഭയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ വചനം ചുറ്റുപാടുമുള്ളവരിലേക്ക് പരന്നു എന്ന് ഞാൻ കേട്ട് സന്തോഷിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അങ്ങനെ സഭകൾ ഏറ്റെടുത്തതായ ആ വലിയ നിയോഗം ഓരോ നൂറ്റാണ്ടുകളിൽ നമ്മിലേക്ക് കൈമാറപ്പെടുകയായിരുന്നു. അതാണ് നമ്മുടെ സഭയുടെ മിഷൻ ചരിത്രം എന്ന് പറയുന്നത്. 1816 CMS മിഷണറിമാർ കേരളത്തിൽ കാലുകുത്തി അതിനോട് ചേർന്ന് വളർന്നു വന്നതായ സഭയുടെ ഭാഗമാണ് എന്നുള്ളത് ഓർത്ത് നമുക്ക് ആദ്യമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നിയോഗം നാം ഏറ്റെടുത്തു, അല്ലെങ്കിൽ നമ്മിലേക്ക് പരമേൽപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നായിരിക്കുന്നതായ മിഷൻ്റെ ചുമതലയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായിട്ട് മധ്യകേരള മഹായിടവയുടെ മിഷൻ ഫീൽഡുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1816 CMS മിഷണറിമാർ കേരളത്തിൽ വന്നതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ, 1916 അത് ആഘോഷിക്കുമ്പോൾ അന്ന് ഉടലെടുത്തതായ ഒരു ചിന്തയാണ് യശസ്വരീയനായ അസ്രിയ ബിഷപ്പ് നമ്മുടെ ശതാബ്ദി ആഘോഷവേളയിൽ തിരുവല്ലായിലും കോട്ടയത്തുമായി അദ്ദേഹം പല മീറ്റിങ്ങുകളെ അഡ്രസ്സ് ചെയ്തപ്പോൾ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, ഞാനായിരിക്കുന്ന ഡോർണക്കൽ ഡയസിസിനോടുള്ള ബന്ധത്തിൽ ആന്ധ്രാപ്രദേശത്തിൽ അതിൻ്റെ ചുറ്റുപാടുമായിട്ട് അനേക ആളുകൾ ഇന്നും അന്ധവിശ്വാസത്തിൽ ദൈവം ആരെയെന്നറിയാതെ, യേശുക്രിസ്തു ആരെയെന്നറിയാതെ നിത്യനരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് വിദേശ മിഷണറിമാരാൽ അനുഗ്രഹം പ്രാപിച്ച മധ്യകേരള മഹായിടവയ്ക്ക് അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊച്ചിൻ മഹായിടവയ്ക്ക് കേരളത്തിന് പുറത്തൊരു മിഷൻ ഫീൽഡ് ആരംഭിച്ചുകൂടാ എന്നുള്ളൊരു ചലഞ്ചായിരുന്നു നമുക്ക് നൽകിയത്. ആ ചലഞ്ച് ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ട് 1924 നമ്മൾ പ്രകാൽ മിഷൻ എന്ന് പറയുന്നതായ വറങ്കൽ ജില്ലയിലുള്ളതായ ഒരു ഏരിയയിലേക്ക് നമ്മൾ കടന്നുപോയി. കാട്ടറപ്പള്ളി എന്ന് പറയുന്നതായ കുഗ്രാമത്തിൽ ഇന്നും ഈ കാട്ടറപ്പള്ളിയിൽ, അതായത് 87 ഞാൻ പ്രകാൽ മിഷനിൽ ചാർജിലെടുക്കുമ്പോൾ ആദ്യമായിട്ട് അന്ന് കാളവണ്ടിയിലാണ് ആ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഇന്നും അവികസിതമായ ഒരു ഗ്രാമമായിട്ട് അത് കിടക്കുകയാണ്. അവിടേക്ക് KEPN എന്ന് പറയുന്ന നമ്മുടെ മിഷണറി ചെന്നു. 1924 നാം ഏറ്റെടുത്തതായ മിഷൻ പ്രവർത്തനം ഒരു നൂറ്റാണ്ട് പിന്നിട്ടു. 2024 നമ്മളതിൻ്റെ ശതാബ്ദി ആഘോഷത്തോടുള്ള ബന്ധത്തിൽ പല പ്രോഗ്രാമുകൾ ക്രമീകരിക്കുകയുണ്ടായി. ഇന്ന് പ്രകാൽ മിഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിട്ടതായ നുള്ളരിയും നമ്മൾ കവറുകളിൽ നൽകിയതായ നമ്മുടെ സംഭാവനകളും ഇല്ലായെങ്കിൽ അനേക മിഷൻ സ്നേഹിതരെ പ്രകാൽ മിഷൻ, ആന്ധ്ര മിഷൻ തുടങ്ങിയതായ മിഷനുകളെ സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് പ്രകാൽ മിഷൻ എന്തെന്നറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കും. പ്രകാൽ മിഷൻ്റെ ചുറ്റുപാടുമായിട്ട് അതിനെ നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് ആന്ധ്ര മിഷൻ, കാട്ടറപ്പള്ളി മിഷൻ എന്ന് പറയുന്ന 3 മിഷനുകളായിട്ട് പ്രവർത്തിക്കുമ്പോൾ പറക്കാൽ അന്ന് ആരംഭിച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് 50-ലധികം സഭകൾ സ്ഥാപിച്ച് അനുഗ്രഹീതമായ ആരാധന ഇതുപോലെ നടക്കുന്നു. ഒരു സഭയെക്കുറിച്ച് ഞാൻ പറയാം, പറക്കാൽ സഭയെക്കുറിച്ച് തന്നെ ഞാൻ പറയട്ടെ. അത് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. പറക്കാൽ സഭ ഏതാണ്ട് 100 വർഷം ആയി നമ്മൾ ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും 80 വർഷത്തെ പാരമ്പര്യമുള്ള പറക്കാൽ സഭ. അവിടെ ആരാധനകൾ നടന്നുകൊണ്ടിരുന്ന 2 ആരാധനയാണ്. രാവിലെ 5 മണിക്ക് ഒരു ആരാധന, അതിനുശേഷം 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ഒരു ആരാധന. ഈ 2 ആരാധനയിലും ആളുകൾ നിറഞ്ഞു കവിയുന്നത് കൊണ്ട് നമ്മൾ പണിത് കൊടുത്തതായ ദേവാലയം അതിന് മതിയായതല്ല. അതുകൊണ്ട് അവർ തന്നെ തീരുമാനിച്ചു, ഞങ്ങളൊരു പുതിയ ദേവാലയം പണിയണം എന്ന് തീരുമാനിച്ചു. ഏതാണ്ട് 6 വർഷത്തിന് മുമ്പ് ഒരു ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. അന്ന് അവരാഗ്രഹിച്ചത്, അവരുടെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു കാലത്ത് പറക്കാൽ മിഷൻ കേന്ദ്രമാക്കിയൊരു ഡയോസിസ് വന്നു കഴിഞ്ഞാൽ ആ ഡയോസിസിൻ്റെ കത്തീഡ്രലായിരിക്കണം ഈ ദേവാലയം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ വലിയൊരു പ്രോജക്റ്റ് ഇട്ടു. രൂപൻ ബിഷപ്പ് ആ പ്രോജക്റ്റ് കണ്ടിട്ട് അതിൻ്റെ കുറച്ച് സൈസൊക്കെ വെട്ടിക്കുറച്ചു. എന്നാലും ഇന്ന് അതിൻ്റെ പണി പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. 1.25 കോടി രൂപ പറക്കാൽ മിഷനിലെ
ഇല്ലെങ്കിൽ പറക്കാൽ സഭയിലെ ജനങ്ങൾ സമാഹരിച്ച് വളരെ മനോഹരമായൊരു ദേവാലയം അവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇനി ഒരു 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ബാക്കി പണികൾ തീരുകയുള്ളൂ. ഞാൻ പറഞ്ഞത് അത്രത്തോളം സഭ വളരുവാൻ കാരണമായി. അങ്ങനെ പറക്കാലിനെ മാത്രമല്ല, ചുറ്റുപാടുമുള്ള സഭകൾ എത്രത്തോളം നമ്മളുടെ ഈ എളിയ ശുശ്രൂഷ കൊണ്ട് വളർന്നു എന്നുള്ളത് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് പറക്കാൽ മിഷൻ്റെ ഗ്രാമങ്ങൾ നമ്മൾ കരിനർ ഡയസിന് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 6 ഗ്രാമങ്ങൾ വിട്ടുകൊടുത്തു. അടുത്ത 6 ഗ്രാമങ്ങൾ ഈ 2 മാസത്തിനുള്ളിൽ വിട്ടുകൊടുക്കും. വീണ്ടുമുള്ളതായ പറക്കാലിൻ്റെ കീഴിലുള്ളതായ അടുത്ത 7 ഗ്രാമങ്ങൾ അതിവിദൂര ഭാവിയിൽ വിട്ടുകൊടുത്തിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ പറക്കാലിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയുള്ളതായ ഒരു ഗ്രാമം നമ്മുടെ പുതിയ ശുശ്രൂഷ മേഖലയായിട്ട് തിരഞ്ഞെടുത്ത് അവിടെ സ്ഥലം വാങ്ങിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഈ കഴിഞ്ഞ ആനുവൽ കമ്മിറ്റിയിൽ ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഔദാര്യ ദാനങ്ങൾ, നമ്മുടെ സമർപ്പണങ്ങൾ ഒരിക്കലും പാഴായിട്ടില്ല. അനേകായിരങ്ങളെ രക്ഷയെങ്കിലേക്ക് നയിക്കുവാനായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടൊരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ എന്താണ് മധ്യകേരള മഹായിടയുടെ മിഷൻ ചരിത്രമെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഇന്ന് അടൂർ മിഷൻ, വൈക്കം മിഷൻ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, 20ഓളം മിഷൻ ഫീൽഡുകൾ നമുക്കുണ്ട്. സുവിശേഷ വയൽ പ്രദേശങ്ങൾ നമുക്കുണ്ട്. അതിൽ കേരളത്തിന് പുറത്തായിട്ട് 7 സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് നേപ്പാളിലും പുതിയ മിഷൻ ഫീൽഡ് ആരംഭിക്കുകയുണ്ടായി. വളരെ അനുഗ്രഹീതമായ രീതിയിൽ എല്ലാ മിഷനുകളും പ്രവർത്തിക്കുന്നുവെന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജാബുവ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ മാത്രം നമുക്ക് താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. അവിടെയുള്ളതായ ലോക്കൽ ആക്ടിവിസ്റ്റുകളുടെ ഇൻവോൾവ്മെൻ്റ് ആണ് അത് നിർത്തിവെക്കുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾക്കറിയാം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതായ പ്രശ്നങ്ങൾ. അതുകൊണ്ട് അതൊരെണ്ണം മാത്രം നമ്മൾ നിർത്തിവെച്ചു. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മിഷനെ പരിചയപ്പെടുത്തുന്ന ഒരു ബ്രോഷർ നിങ്ങൾക്ക് ആരാധനയ്ക്ക് ശേഷം ലഭിക്കും. ഈ 20 മിഷൻ ഫീൽഡുകളെക്കുറിച്ചും ആരാണ് അവിടെ പ്രവർത്തിക്കുന്നത്, എന്താണ് പ്രവർത്തനം നടക്കുന്നത്, വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ബ്രോഷർ നിങ്ങൾക്ക് ആരാധനയ്ക്ക് ശേഷം ലഭിക്കുന്നതായിരിക്കും. ഇന്ന് പറക്കാൽ മിഷൻ ഞാൻ പറഞ്ഞു, പുതിയ മേഖലകൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അവിടെയൊക്കെയും അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നിടത്ത് മുസ്ലമപ്പെട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അത് ആദിവാസികൾ ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന് താമസിക്കാൻ ആർക്കും വേണ്ടാത്തതായ കുറേ ജനങ്ങളാണ്. ഛത്തീസ്ഗഡുകാർക്കും വേണ്ട, ആന്ധ്രാക്കാർക്കും വേണ്ട, അങ്ങനെ ഒരു ജനസമൂഹം, കുറേ അധികം ആളുകൾ. നമ്മൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. പക്ഷേങ്കിൽ ലോക്കൽ BJP പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവരുടെ ഇടയിൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ബംഗാൾ മിഷനിൽ നമ്മൾ പുതിയ ഏരിയ നമ്മൾ കണ്ടെത്തി. അതായത് ബംഗ്ലാദേശിൻ്റെ ബോർഡറിലുള്ളതായ നാദിയ ഗ്രാമത്തിൽ, നാദിയ എന്ന് പറയുന്ന ജില്ലയിൽ ദക്കബലിയ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ നമ്മളിപ്പോൾ ഒരു മിഷണറിയെ വെച്ചു. അവിടെ സാധ്യതയുള്ളത് കൊണ്ട് 2ാമത്തെ മിഷണറിയെ വയ്ക്കുകയാണ്. അവിടെ സുവിശേഷം ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഇടമാണ്. അന്വേഷിച്ചുകൊണ്ട് മിഷൻ നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണമാണ് ഈ മിഷൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഈ മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആകുവാനായിട്ട് കഴിയുന്നത്? എന്നെങ്കിലും ഒരിക്കൽ വന്നിട്ടൊരു ഡെപ്യൂട്ടേഷനിൽ കൂടെ നമ്മൾ നൽകുന്ന ഒരു ഔദാര്യദാനം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മഹായിടവയിലെ എല്ലാ ഭവനങ്ങളും ഈ മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, മഹായിടവയെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു പ്രൊമോഷൻ വർക്കറെ വെച്ചിട്ട് എല്ലാ വീടുകളിലും വഞ്ചിക എത്തിക്കുവാൻ, മിഷൻ കളക്ഷൻ ബോക്സ് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ലിസ്റ്റുണ്ട്. ഏതാണ്ട് ഇപ്പോഴും തോലശ്ശേരി സഭയിലെ 27 പേർക്ക് ആ ബോക്സ് നൽകിയിട്ടുണ്ട്. അത് എനിക്കറിയില്ല, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് എടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാലത് കളക്ട് ചെയ്യാം, അടുത്ത 2 ആഴ്ചകളിൽ അത് കളക്ട് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഒരു ബോക്സ് വയ്ക്കുക. നിങ്ങൾ വലുതായിട്ട് ഈ ബോക്സിൽ ഇടാൻ വേണ്ടി ഒന്നും പണം മാറ്റി വയ്ക്കണ്ട. നിങ്ങൾ യാത്ര ചെയ്ത് വരുമ്പോൾ, നിങ്ങൾ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് വരുന്നതായ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വരുന്ന ചില്ലറ നാണയങ്ങൾ മാത്രം അതിനകത്ത് നിക്ഷേപിക്കുക. ഔദാര്യ ദാനങ്ങൾ നിങ്ങൾ നിക്ഷേപിക്കുക. 1 വർഷം കഴിഞ്ഞ് അത് കളക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു മിഷണറിയെ സന്ധിക്കുവാനുള്ള പണമായിരിക്കാം. ഇല്ലെങ്കിൽ ചില നമ്മൾ കൊടുക്കുന്നതായി ഈ ഔദാര്യ ദാനങ്ങളിലൂടെ ട്രാങ്ക്സ് ഉണ്ടാക്കുന്നത്, വിതരണം ചെയ്യുന്നത്, മറ്റ് പല മേഖലകളിലായിട്ട് അത് ഉപയോഗിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ഔദാര്യ ദാനങ്ങൾ നിങ്ങളുടെ ഇത് നൽകുന്നതായ, അതായത് ഒരു വലിയ തുകയായിട്ട് നിങ്ങൾക്ക് നൽകുവാൻ ഒരിക്കൽ കഴിയില്ല എങ്കിൽ, ഇങ്ങനെയൊരു ബോക്സ് കളക്ഷനിൽ നിങ്ങൾ സഹകരിക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ നമുക്ക് നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനായിട്ട് കഴിയും. ഇതാണ് കർത്താവ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്തയിലേക്ക് വന്ന് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ
19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന നിയോഗം എന്ന വിഷയം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അവിടെ പറയുന്നത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സഭ ആയിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അതായത് ഭയന്ന് പരിഭ്രാന്തരായിട്ട് ഇന്ന് സഭ വാതിലടച്ചിരിക്കുകയാണ്. ഏത് വാതിലാണ് നാം അടച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷത്തിനു വേണ്ടി നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്ന അനേക വാതിലുകൾ ഇന്ന് ഇന്ത്യയുടെ മണ്ണിലുണ്ട്, ഗ്രാമങ്ങളുണ്ട്. പക്ഷെങ്കിൽ നാം അറിഞ്ഞോ അറിയാതെയോ അതടച്ച് ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതായ ചില പീഡനങ്ങളോ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുടെയോ മധ്യത്തിൽ സഭ ഇന്ന് ഒതുങ്ങിക്കൂടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. നോർത്ത് ഇന്ത്യയിൽ ഇന്നും വളരെ ശക്തമായ മിഷൻ പ്രവർത്തനം നടക്കുന്നു. സ്നാന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ആരുടെയും പേര് മാറ്റുന്നില്ല. ആഗ്രഹിക്കുന്നവരെ സ്നാനപ്പെടുത്തി അവരെ വിടുകയാണ്. പക്ഷേ ശക്തമായ ശുശ്രൂഷകൾ നടക്കുന്നു. ഒറീസ മിഷനിൽ, നമ്മുടെ മിഷൻ ഫീൽഡാണ്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് ഒറീസ മിഷൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ അനുഗ്രഹീതമായ ശുശ്രൂഷ, ഇപ്പോഴും പുതിയൊരു ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, നമ്മളിന്ന് ഒരുപക്ഷെ ഭയന്ന് ഇരിക്കുകയാണെങ്കിൽ ഈ സന്ദേശം തീർച്ചയായിട്ടും സഭയ്ക്ക് അനിവാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്താണ് സഭയ്ക്ക് ഇന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചിന്തകൻ പറയുകയുണ്ടായി, സഭയാണ് സെൻഡിങ് ഏജൻസി എന്ന് പറയുന്നത്. ഒരു മിഷന് ഒരു സെൻഡർ ഉണ്ടായിരിക്കണം, അയക്കുന്ന. അതാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അത് ദൈവമാണ് അയക്കുന്നത്. അതേസമയം തന്നെ സെൻഡർ അയക്കപ്പെടേണ്ടത് സഭയാണ് റിക്രൂട്ട് ചെയ്ത് ഇന്ന് മിഷണറിമാരെ അയക്കുകയും അതിന് സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നത്. പക്ഷെ ഒരു ചിന്തകൻ പറയുകയാണ്, ഇന്നത്തെ സഭയെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻവേർട്ടഡ് ബോഡി. അതായത് കീഴടക്കപ്പെട്ടതായ ഒരു സഭയാണ് ഇന്ന്. എന്തിനൊക്കെയോ അടിമകളായിരിക്കുന്നു, കീഴടക്കപ്പെട്ടിരിക്കുന്നു. ആ ചിന്തകൻ തുടർന്ന് പറയുകയാണ്, ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ഹാവ് ഇൻവേർട്ടഡ് ഹെർ. അതായത് ഇരുട്ടിൻ്റെ ശക്തികൾ സഭയെ കീഴടക്കിയിരിക്കുന്നു. ദ സ്പിരിറ്റ് ഓഫ് വേൾഡ്നെസ് ഹാസ് അട്രഫൈഡ് ഹെർ. അവളെ, അതായത് ലോകമയത്വം അവളെ ക്ഷയിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു, സഭയെ ഇന്ന് ക്ഷയിപ്പിച്ചിരിക്കുന്നു. മൂന്നാമതായിട്ട് ചിന്തകൻ പറയാണ്, സിൻ ആൻഡ് സെൽഫ് സെൻറ്റർനെസ് ആർ ത്രോട്ടലിംഗ് ഹെർ. അതായത് പാപവും സ്വജനപക്ഷപാതവും സ്വാർത്ഥ താല്പര്യങ്ങളും സഭയെ ഇന്ന് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ, ഈ 3 കാര്യങ്ങൾ ഇന്ന് സഭയെ തളർത്തിയിരിക്കുകയാണ്. സഭ ദൗത്യ നിർവഹണത്തിൽ ക്ഷണിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സന്ദേശത്തിൻ്റെ സാങ്കത്യം എന്ന് പറയുന്നത്. അതായത് ഷീ നീഡ്സ് ടു ബി റെസ്റ്റോർഡ് ടു ഹെൽത്ത്. അതായത് ആരോഗ്യത്തിലേക്ക് മടങ്ങി വരേണ്ടതായിരിക്കുന്നു, റീവൈറ്റലൈസ് ചെയ്യേണ്ടതായിരിക്കുന്നു, പുനർജീവനം ആവശ്യമായിരിക്കുന്നു, റിന്യൂ ചെയ്യേണ്ടതായിരിക്കുന്നു, സഭ നവീകരിക്കപ്പെടേണ്ടതായിരിക്കുന്നു, റിവൈവ് ചെയ്യേണ്ടതായിരിക്കുന്നു, സഭ ഉണർത്തപ്പെടേണ്ടതായിരിക്കുന്നു. ഭയന്ന് നാം നമ്മെ തന്നെ മറച്ചു വയ്ക്കുവാനല്ല, മറിച്ച് കർത്താവ് പറയുകയാണ്, അവരുടെ മധ്യത്തിൽ ഇങ്ങനെ വന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. ഇങ്ങനെ കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം സഭയ്ക്ക് നൽകുന്നത് എന്താണ്? ആകുല ചിന്തകളാണോ, സന്തോഷമാണോ? പിന്നെ പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. സഭയുടെ നിയോഗം ഇതാണ്. പിതാവാം ദൈവം അയച്ചതുപോലെ നാം അയക്കപ്പെടുകയാണ്. സാക്ഷ്യത്തിനായി, ശുശ്രൂഷയ്ക്കായിട്ട്, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായിട്ട്, ദൈവസഭ കെട്ടുപണി ചെയ്യുവാനായിട്ട്, അതുപോലെ തന്നെ ദൈവനാമം ഉയർത്തപ്പെടുവാനായിട്ട് സഭ ഇന്ന് അയക്കപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. പുത്രനായ ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ അയക്കുകയാണെന്ന്. ഇവിടെ 3 കാര്യങ്ങൾ ആ ഭാഗത്തുനിന്ന് ചൂണ്ടിക്കാണിച്ചു വേഗം എൻ്റെ സമയത്തിനുള്ളിൽ ഞാൻ നിർത്തുന്നതായിരിക്കും. ഒന്നാമതായിട്ട്, ഭയന്നിരിക്കുന്ന ഒരു സമൂഹം എപ്പോഴും ആഗ്രഹിക്കുന്നത്, ആ ഭയത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു ശക്തിയാണ് ആവശ്യമായിരിക്കുന്നത്. കർത്താവ് അത് അവർക്ക് ഓഫർ ചെയ്യുകയാണ്. എന്താണ് പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറയുന്നു. പവർ ഓഫേർഡ്. അവർക്ക് ശക്തി കർത്താവ് ഓഫർ ചെയ്യുകയാണ്. അവരോട് പറയുകയാണ്, ഇതാ എൻ്റെ ശക്തി ഞാൻ നിങ്ങൾക്ക് തരുന്നു.
നിങ്ങളെ മഹാനിയോഗം നൽകിയിട്ടുള്ളതായ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലും, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 27-ാം അധ്യായത്തിലും, ഇന്ന് ഞാൻ വായിച്ചതായ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലും കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. സഭ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു സമൂഹമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു സമൂഹം ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒരിക്കലും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് ഭയന്നിരിക്കുന്ന, ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് നിരാശിതരായിരിക്കുന്ന ശിഷ്യർക്ക് കർത്താവ് പറഞ്ഞു, ഇതാ ഈ നിയോഗത്തിനായിട്ട് എൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകരുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് ഭയന്നിരിക്കുവാനായിട്ട് ചില മിഷണറിമാരൊക്കെയും ഞങ്ങളോട് പറയും ഭയമാണ് പുറത്തിറങ്ങുവാനെന്ന്. ഭയന്നിരിക്കുവാനായിട്ടല്ല, അവൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട്, അവൻ്റെ ബലം പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് ഓടുവാനായിട്ടുള്ളൊരു വിളിയാണ്, അവൻ്റെ ശക്തിയെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അതുകൊണ്ട് ശക്തി ആർജിക്കുക. ഇത് കർത്താവ് ഈ ദൗത്യത്തോടുള്ള ബന്ധത്തിൽ നൽകുന്ന ഒരു ഓഫറായിരുന്നു. രണ്ടാമതായിട്ട് വ്യക്തമായൊരു പ്രോഗ്രാം കർത്താവ് ഇവിടെ നൽകിയാണ്. എന്താണ് കർത്താവ് നൽകിയതായ പ്രോഗ്രാം എന്ന് പറയുന്നത്? ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചിരിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. സഭയെ ദൈവം അയക്കുന്നത് പാപമോചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ്, പാപമോചനം പ്രഖ്യാപിക്കുവാനായിട്ടാണ്. ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്നത് ഈ പാപമോചന പ്രഖ്യാപനമാണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ നാം കാണുന്നത് അനേകരിന്ന് കുറ്റബോധം കൊണ്ട് ജീവിതം ഇല്ലാതെയാക്കുന്നു, ജീവിതം നശിപ്പിച്ചു കളയുന്നു. ലഹരിയുടെയും മദ്യത്തിൻ്റെയും അല്ലെങ്കിൽ ജീവിതം തകർത്ത് കളയുന്ന ഏതൊരു പ്രവൃത്തിയുടെയും പിന്നിൽ, ആത്മഹത്യയുടെയും പിന്നിൽ, തകർന്നതായ കുടുംബജീവിതങ്ങളുടെയൊക്കെയും പിന്നിൽ ഒളിച്ചിരിക്കുന്ന എന്തോ പാപബോധം എല്ലാവരിലും ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പറയുകയാണ്, if our greatest need had been information, God would have sent us an educator. നമുക്ക് ഇൻഫർമേഷൻ ആയിരുന്നു ആവശ്യമെങ്കിൽ ദൈവം നല്ല ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ നമുക്ക് വേണ്ടി അയക്കുമായിരുന്നു. If our greatest need had been technology, God would have sent us an scientist. ടെക്നോളജിയുടെ വികസനമായിരുന്നുവെങ്കിൽ ദൈവം ഒരു ശാസ്ത്രജ്ഞനെ ഭൂമിയിലേക്ക് അയക്കുമായിരുന്നു. If our greatest need had been money, God would have sent us an economist. അല്ല, സമ്പത്തായിരുന്നുവെങ്കിൽ ഒരു എക്കണോമിസ്റ്റിനെ അയച്ചിട്ട് അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും അവൻ ചെയ്യുമായിരുന്നു. If our greatest need had been pleasure, God would have sent us an entertainer. നമുക്ക് സന്തോഷമായിരുന്നു, എപ്പോഴും എൻ്റർടൈൻമെൻ്റ് ആയിരുന്നുവെങ്കിൽ ദൈവത്തിനൊരു എൻ്റർടൈനറെ ലോകത്തിലേക്ക് അയക്കാമായിരുന്നു. അവസാനമായി എഴുത്തുകാരൻ പറയുകയാണ്, ബട്ട് അവർ ഗ്രേറ്റസ്റ്റ് നീഡ് വാസ് ഫോർഗിവ്നെസ്, സോ ഗോഡ് സെൻഡ് us എ സേവിയർ. നമുക്കാവശ്യമായിരുന്നത് ക്ഷമയായിരുന്നു, നമുക്കാവശ്യമായിരുന്നത് ഫോർഗിവ്നെസ് ആയിരുന്നു. അതുകൊണ്ട് അവൻ ഒരു രക്ഷകനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ആ രക്ഷകനാണ് ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ വേദഭാഗം എന്ന് പറയുന്നത്. അവിടെ പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ സ്വതന്ത്രയാക്കി വിടുന്നതായ, പാപം മോചിക്കുന്നതായ യേശു ക്രിസ്തുവാണെങ്കിൽ സഭയ്ക്കിന്ന് അധികാരം നൽകിയിരിക്കുകയാണ് പാപങ്ങളെ മോചിക്കുവാനായിട്ട്. ഞങ്ങളുടെ അധികാരമല്ല, ഓരോ പാപമോചനത്തിൻ്റെ പ്രാർത്ഥനയുടെ അവസാനം പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗം നൽകിയ ഒരു അധികാരമാണ്, ഒരു അവകാശമാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അത് നിങ്ങൾക്കും അതിൻ്റെ അവകാശമുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്. അതുകൊണ്ട് വ്യക്തമായൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ പറഞ്ഞു പോട്ടെ, ഏറ്റവും അവസാനമായിട്ട് ദൈവം കർത്താവ് ഒരു പാറ്റേൺ നൽകി. ഒന്ന് പവർ ഓഫേർഡ്, രണ്ട് ദർ വാസ് എ പ്രോഗ്രാം ഫോർ ദം, മൂന്ന് ദർ വാസ് എ പാറ്റേൺ. ഒരു പാറ്റേൺ, ഒരു മാതൃക കർത്താവ് നൽകി അവർക്ക്. അതാണ് കർത്താവ് കാണിച്ചത്. അതായത് ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു, നല്ലൊരു മാതൃക. എന്താണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്തിനാണ് പിതാവ് എന്നെ അയച്ചത്? വ്യക്തമായ ബോധ്യത്തോടുകൂടെ ആയിരുന്നു. 40 നാളുകളിൽ നാം ലെൻഡ് ആചരിച്ചപ്പോൾ ഈ ബോധ്യങ്ങളെക്കുറിച്ചാണ് ആചരിച്ചത്, നമ്മൾ ചിന്തിച്ചത്, പഠിച്ചത്. അതായത് പിതാവ് നൽകിയ ഒരു നിയോഗം, ഈ ഭൂമിയിൽ വന്നിട്ട് ജീവൻ നൽകുവാനായിട്ട്,
തൻ്റെ ദൗത്യ നിർവഹണത്തോടുള്ള ബന്ധത്തിൽ ജീവൻ നൽകുവാനായിട്ടുള്ളൊരു നിയോഗം നൽകിയെങ്കിൽ, ആസ് മൈ ഫാദർ ഹാസ് സെൻഡ് മീ ഈവൻ സോ ഐ സെൻഡ് യു. യേശുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അതായിരുന്നു സഭയ്ക്ക് നൽകിയതായ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ആ പാറ്റേണിൽ കർത്താവ് അനുകരിച്ച 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമുക്കതിനെ സാക്രിഫൈസ്, ചിലതൊക്കെ ത്യജിക്കുവാനായിട്ട്, ത്യാഗം ചെയ്യുവാനായിട്ട് കർത്താവിന് കഴിഞ്ഞു. ഫിലിപ്പി ലേഖനം എടുത്ത് വായിക്കാൻ നിങ്ങൾക്കറിയാവുന്നതാണ്, എന്നെക്കാളും അറിയാവുന്നതാണ്. 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ പറയുകയാണ്, ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിച്ചുകൊള്ളാതെ വേഷത്തിൽ മനുഷ്യനായി തീർന്ന്, തൻ്റെ സ്ഥാനം ത്യജിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വരികയാണ്. സ്ഥാനത്യാഗികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എഡ്വേർഡ് 8-ാമൻ രാജാവ് സ്നേഹിച്ച പെൺകുട്ടിക്ക് വേണ്ടി തൻ്റെ സിംഹാസനം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ചെയ്തതാണ്. പക്ഷേ സ്വർഗീയ ഭാഗ്യങ്ങളെ ഉപേക്ഷിച്ച് ഒരുവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കർത്താവ് ചെയ്തതായ ത്യാഗം, ക്രിസ്മസ് കാലഘട്ടത്തിലെ വളരെ മനോഹരമായ ഒരു ഗാനം നല്ലാനിക്കുന്നിൽ തന്നെ എഴുതി നല്ലാനിക്കുന്നുകാരൻ ട്യൂൺ ചെയ്തതാണ്. മനുഷ്യപുത്രനിത, മണ്ണിൽ ദൈവപുത്രനിത. അതിൻ്റെ ഒരു ചരണം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ചക്രവർത്തി കുമാരനവൻ പുൽത്തൊഴുത്തിൽ വന്നു പിറന്നു നമുക്കു വേണ്ടി. ചക്രവർത്തി കുമാരനവൻ പുൽത്തൊഴുത്തിൽ വന്നു പിറന്നു നമുക്ക് വേണ്ടി. കൂടുവിനൊന്നായി പാടുവിനൊന്നായി ഹല്ലേലൂയ പാടാം. ഹാപ്പി ക്രിസ്മസ്. ഇതാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതായ കാണിച്ചതെന്ന 1-ാമത്തെ മാതൃക എന്ന് പറയുന്നത്. എന്തെങ്കിലും സുവിശേഷത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി ത്യജിക്കുവാനായിട്ട്, ഉപേക്ഷിക്കുവാനായിട്ട് പൗലോസ് പറഞ്ഞു, എനിക്കുണ്ടായിരുന്നതെല്ലാം ചപ്പെന്നും ചവറെന്നും ഞാൻ എണ്ണിയിരിക്കും, ലോകം എനിക്ക് തന്നതൊക്കെയും. എന്താണ് നമുക്ക് ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞത്? 2, അവിടെ വീണ്ടും പറയുകയാണ് സെർവൻഹുഡ്, ദാസരൂപമെടുത്തു എന്നാണ് പറയുന്നത്. അവൻ നമ്മെ ശുശ്രൂഷയ്ക്കായിട്ടാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്ര വന്നത്. പുതിയ നിയമത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് ദാസവൃത്തി എന്ന് പറയുന്നത്. സഭ ശുശ്രൂഷകരായിരിക്കാൻ വിളിച്ചതാണ്, വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ സഭയുടെ ദൗത്യ നിർവഹണത്തിൽ ചില ഷിഫ്റ്റൊക്കെ സംഭവിച്ചു. ഇന്ന് സഭ മാനേജർമാരാണ്, ഇല്ലെങ്കിൽ സഭ ഇന്ന് കോൺഗ്രേഴ്സാണ്, പിടിച്ചടക്കുന്നവരാണ്, കീഴടക്കുന്നവരായി മാറിയിരിക്കുന്നു. സഭയുടെ ദാസ്യ ശുശ്രൂഷ, എൻ്റെയും നിങ്ങളുടെയും ദാസ്യ ശുശ്രൂഷയിൽ ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഭയ്ക്ക് ദൗത്യ നിർവഹണത്തിൽ മുന്നേറുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടതായിരിക്കുന്നു. അധികാരത്തിൻ്റെ ഇടനാഴികൾ തേടുന്ന ഇടമായി തീർന്നിരിക്കുന്നു സഭയെന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്നും ചെയ്യുവാനായിട്ട് മടിക്കാത്തതായ ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. പക്ഷേ ദാസ്യവേലയ്ക്കായിട്ട് ഇന്ന് ശുശ്രൂഷകരെ ആവശ്യമാണ്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിനായി നിലങ്ങൾ വിളഞ്ഞിരിക്കുന്നത് കാണും. നമ്മുടെ മിഷൻ ഫീൽഡുകളിൽ പ്രവർത്തിക്കുവാനായിട്ട് മിഷണറിമാരാവശ്യമാണ്, സുവിശേഷകരാവശ്യമാണ്, അധ്യാപകരാവശ്യമാണ്. കാട്ടപ്പള്ളിയിൽ നിങ്ങൾക്കറിയായിരിക്കും, കോടുകളഞ്ഞക്കാരൻ റിട്ടയർഡ് ക്യാപ്റ്റനാണ് ബിജോയ്. അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരാസ്പെറ്റോസ് മുറിയിൽ, ആ ചൂടിനകത്ത് അതിനകത്ത് താമസിച്ച് അവിടുത്തെ പ്രവർത്തനത്തിൽ പങ്കാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടെ അടുത്ത വർഷം ഇത് കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് എന്നോട് പറയുകയുണ്ടായി. അവരും വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തൊരു വീടെടുത്ത് തരാം. എന്തിനാ? ഈ മുറി മതി ഞങ്ങൾക്ക്, ഈ മുറി മതി ഞങ്ങൾക്ക്. അദ്ദേഹം പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്ത് ത്യജിക്കുവാനായിട്ട്, ഈ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട്, ദാസ്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് എന്താണ് കഴിയും? 3-ാമതായിട്ട് പറയുന്നത് സഫറിങ്. അതാണ് കർത്താവ് കൈ കാണിച്ചു, ആ മുറിവുകളെ കാണിച്ചിട്ട് പറയുകയാണ്, കയ്യും ബിലാപ്പുറവും അവരെ കാണിച്ചു. സഫറിങ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ഒക്കുപേഷണൽ ഹസാർഡ് അല്ല, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഒന്നുമല്ല. സഫറിങ് എന്ന് പറയും, ഇറ്റ് ഈസ് ദ ബാഡ്ജ് ഓഫ് ദ മിഷണറി. ഇത് ഓരോ വിശ്വാസിയുടെയും അടയാളങ്ങളാണ് സഫറിങ് എന്ന് പറയുന്നത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കഷ്ടതയെക്കുറിച്ച് പറയുകയാണ്. ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും ദൈവം നിനക്ക് കൃപ തന്നിരിക്കുന്നു. ഒരു മിഷണറിയായിട്ട് കടന്നു പോകുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ
നീ എനിക്ക് ചില വരങ്ങൾ തരണം. പ്രാർത്ഥനാവരം വേണം, രോഗശാന്തി ശുശ്രൂഷാവരം വേണം, അല്ലെങ്കിൽ അന്യഭാഷാവരം വേണം. ഒരു വരം തന്നുവെങ്കിൽ മാത്രമേ ഈ മിഷനിൽ പ്രവർത്തിക്കുവാൻ, ഫലകരമായി പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ എന്ന് പ്രാർത്ഥിച്ചവരാണ് 88 കാലഘട്ടത്തിൽ. 87 മിഷനിലേക്ക് പോയത്. 89 ആ വരം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതായത് ഭാഗീരഥപ്പെട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരാരാധന കഴിഞ്ഞ് ഒരു യൗവനക്കാരനൊരു വിവാഹത്തിന് വേണ്ടി എന്നോട് തർക്കമുണ്ടായി. ഒരു ബാല്യവിവാഹമാണ്. അവന് 17 വയസ്സ്, പെൺകുട്ടിക്ക് 11 വയസ്സ്. വിവാഹം നടന്നു. ഞാൻ സമ്മതിച്ചില്ല. അത് അവസാനം കലാശിച്ചത് കഥയായിട്ട് മൊത്തം പറയുന്നില്ല. ആ ദേവാലയത്തിലിട്ട് അവനെന്നെ മർദ്ദിച്ചു, അടിച്ചു. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. യൗവന കാലഘട്ടമാണ്. അന്ന് ഉച്ചയ്ക്ക് നമ്മുടെ സഭാംഗമായിരിക്കുന്ന സിസ്റ്റർ തങ്കമ്മ സത്യാനാഥനാണ് അതിൻ്റെ ദൃക്സാക്ഷി. കൊച്ചമ്മ എന്നെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ബാ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന്. യൗവനക്കാരനല്ലേ. ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാനുള്ള മൂഡ് പോയി കൊച്ചമ്മയെന്ന് പറഞ്ഞ് ഞാൻ ബൈക്കെടുത്ത് ഞാൻ സ്ഥലം വിട്ടു. വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ആദ്യത്തെ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വന്നിരിക്കുകയാണ്. ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുറിയിൽ കയറി. ഞാൻ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിനാണോ എന്നെ ഇവിടേക്ക് അയച്ചത്? ഒരു ഞരന്ത് പോലെ ഒരു പയ്യൻ എന്നെ കൈവയ്ക്കുവാനായിട്ട്. പക്ഷെങ്കിൽ ദൈവം അന്ന് എന്നോട് സംസാരിച്ചു. എന്നോട് എൻ്റെ പുറത്ത് തട്ടി, ആരോ തട്ടി. ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല. എന്നോട് പറഞ്ഞ് എഴുന്നേറ്റ് വേദപുസ്തകം വായിക്കുവാനായിട്ട്. അന്ന് വൈകിട്ട് വായിക്കുവാനുള്ള ഡിവോഷണൽ ബുക്ക് ഞാൻ എടുത്തു. അതെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വാക്യം ഇതാണ്, ഫിലിപ്പിയർ 1:29 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും ദൈവം നിനക്ക് വരം തന്നിരിക്കുന്നു. അന്ന് എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് തന്ന വരം കഷ്ടത അനുഭവിക്കുക എന്നുള്ളത്. അതിനോട് ചേർന്ന ശുശ്രൂഷകൾ മുന്നേറുവാനായിട്ട് തുടങ്ങി. ഇന്നൊരു പക്ഷെങ്കിൽ ഞാൻ അഭിമാനത്തോട് പറയുകയാണ്, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യുവജനങ്ങളുടെ ഇടയിൽ അവിടെ ഒരു പക്ഷെങ്കിൽ തനതായ മാറ്റങ്ങൾ സംഭവിക്കുവാനായിട്ട് അനേക യൗവനക്കാർ, നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ പുറകെ നടന്നവർ എന്നോടുകൂടെ താമസിച്ചും വചനം പഠിക്കുവാനായിട്ട് ദൈവം വഴിയൊരുക്കുമെങ്കിൽ അതായിരുന്നു ദൈവം തന്നതായ മുറിവെന്ന് പറയുന്നത്. ഞാൻ അഭിമാനിക്കുന്നു യേശുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുവാനായിട്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. എമ്മി കാർമൈക്കിൾ എന്ന് പറയുന്നതായ ഒരു ഇന്ത്യൻ, ഒരു സ്കോട്ടിഷ് മിഷണറി വനിത ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചതാണ്. നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിയാൽ ലഭിക്കും, ചരിത്രം ലഭിക്കും. ആ സ്ത്രീ രത്നം അവരുടെ മിഷൻ വേലയുടെ മധ്യത്തിൽ ഒരു പെൺകുട്ടി അവളോട് എഴുതി ചോദിച്ചു, എന്താണ് മിഷനിൽ ഇത്ര വലിയ ആകർഷണം? അവളോട് ചോദിച്ചു, എമ്മി, വാട്ട് മിഷണറി വർക്ക് വാസ് ലൈക്ക്? എന്താണ് മിഷണറി വർക്ക് എന്ന് പറയുന്നത്? എമ്മി കാർമൈക്കിൾ ഒരു മറുപടി നൽകി, മിഷണറി ലൈഫ് ഈസ് സിംപ്ലി എ ചാൻസ് ടു ഡൈ. മിഷണറി ലൈഫ് ഈസ് സിംപ്ലി എ ചാൻസ് ടു ഡൈ. മരിക്കുവാനായിട്ടുള്ള ഒരവസരം മാത്രമാണ് മിഷണറി വേല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് കൈകളെ കാണിച്ചിട്ട്, അവൻ്റെ മുറിവുകളെ കാണിച്ചിട്ട് പറയുകയാണ്, ഇതാ അവൻ്റെ കൈയും വിലാപ്പുറവും കാണുക എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതയാത്രയിൽ നാം എല്ലാവരും ഈ ദൗത്യം ഭരമേൽപ്പിക്കപ്പെട്ടവരാണ്. ഏറ്റെടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ഭരമേൽപ്പിട്ടുണ്ടെങ്കിൽ ആ മിഷണറി ചോദിക്കുകയാണ്. അവിടെ ഒരു പദ്യം എഴുതി. അതിൻ്റെ ഹെഡിങ് ഇതാണ്, നോ സ്കാർ. വടുക്കൾ ഒന്നുമില്ലയോ, പാടുകൾ ഒന്നുമില്ലയോ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഹാസ് ദൗ നോ സ്കാർ? ഹാസ് ദൗ നോ വൂണ്ട്? നോ സ്കാർ, നോ വൂണ്ട്. മുറിവുകൾ ഒന്നുമില്ലയോ, വടുക്കൾ ഒന്നുമില്ലയോ എന്നവൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഈ ദൗത്യം ഏറ്റെടുത്തതിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടം നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും ഒരു ത്യാഗം നിങ്ങളിലുണ്ടോ? എന്തെങ്കിലും ഒരു ശുശ്രൂഷ നിങ്ങളിലുണ്ടോ? എന്തെങ്കിലും ഒരു സഫറിങ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? എന്നിട്ട് അവൾ പറയുകയാണ്, ഇതൊന്നുമില്ല എങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൽ, സേവിക്കുന്നതിൽ ബലിയായി നൽകിയത് കൊണ്ടുള്ള മുറിവുകളുടെ വടുക്കൾ ഒന്നുമില്ല എങ്കിൽ നാം അവനിൽ നിന്ന് അകലം സഞ്ചരിക്കുന്നവരാണ്. ഇന്ന് കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 12:24, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവ് നൽകും. ഇതാ യേശു ക്രിസ്തു ആകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തു. അത് ബലം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇന്ന് തോലശ്ശേരി വരെയുള്ള സഭകൾ ഇന്ന് ആരാധനയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ആരാധന. ഞാൻ ദൈവത്തിന് തോലശ്ശേരി ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, അനുഗ്രഹിക്കപ്പെട്ടതായ നേതൃത്വങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ടതായ വിശ്വാസ സമൂഹം. നമുക്ക് എന്ത്
നഷ്ടപ്പെടുത്തുവാൻ കഴിഞ്ഞു. കർത്താവിന് വേണ്ടി എന്ത്? നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്, ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ. കർത്താവിന് സ്തോത്രം ചെയ്യണം. ചില കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി ഇവിടുന്ന് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അതല്ല, അതിനപ്പുറമായിട്ട് ചിലത് നൽകുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാം ഏറ്റെടുക്കുക. കർത്താവ് പറഞ്ഞു പാറ്റേൺ ഒന്ന് മാത്രമാണ്. അത് അതായത് സാക്രിഫൈസാണ്, ത്യാഗമാണ്, അത് സെർവൻഹുഡാണ്, അത് ദാസ്യ ശുശ്രൂഷയാണ്, അത് സഫറിംഗ് ആണ്, മുറിവേൽക്കലാണ്. ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഇന്ന് തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു വലിയ വെല്ലുവിളി നൽകിയാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. അതുകൊണ്ട് സ്വർഗീയമായിട്ടുള്ളതെല്ലാം നഷ്ടമാക്കി, പദവികളെല്ലാം നഷ്ടമാക്കി, അടിമയായി, ദാസനായി. ഇതാ കാൽവറിയിൽ മുറിവുകളേറ്റു. പക്ഷേ ഉയർത്തെഴുന്നേറ്റ ആ മുറിവുകളുമായി നമ്മുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം നിൽക്കുകയാണ്. ഓൾട്ടറിലേക്ക് വരുമ്പോൾ ആ മുറിവുകൾ നമ്മോട് സംസാരിക്കും. നിനക്കെന്ത് നഷ്ടമായിട്ടുണ്ട്? നിനക്കെന്ത് വിട്ടുകൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ചിന്തിക്കുക. മഹാഡയുടെ മിഷൻ ദൗത്യങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒന്നുകിൽ ഒരു മിഷണറിയായി തീരുവാൻ, ഇല്ലായെങ്കിൽ അതിൻ്റെ ഒരു പ്രാർത്ഥന സഹകാരിയായി തീരുവാൻ, ഇല്ലായെങ്കിൽ അതിൻ്റെ ഒരു ഡോണറായി തീരുവാൻ, ചിലത് നഷ്ടപ്പെടുത്തുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവാം ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ.